തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പുതിയ കഴകക്കാരനെ നിയമിച്ചു. ജാതി വിവേചനത്തെ തുടർന്ന് BA ബാലു രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം. അതേസമയം നിയമനവുമായി മുന്നോട്ടെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിൽ 50% ഓപ്പൺ കാറ്റഗറിയും 50% ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേർഡ് റിസർവേഷൻ കാറ്റഗറിയാണ്. അതുപ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ്. അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു. ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ടേൺ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് പുതിയ ഫ്രഷ് വേക്കൻസിയാണ്. ഫ്രഷ് വേക്കൻസി ആകുമ്പോൾ അത് സെക്കൻഡ് BC ആണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ആ കോട്ടയിലേക്കാണ് പോകുന്നത്. അതാണ് ആ കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ്. ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, ഇപ്പോൾ വീണ്ടും പുതിയ ഒരു നിയമനം നടന്നിരിക്കുകയാണ്. ഈ പുതിയ കഴകക്കാരൻ എത്തുമ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആൾക്കാർക്ക് എന്തെങ്കിലും മനംമാറ്റം ഉണ്ടാകുമോ? ഷമി, അത് തന്നെയാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. BA ബാലു രാജിവെച്ച ഒഴിവിലേക്ക് നിയമനം ലഭിച്ചു വരുന്നത് അതേ സമുദായത്തിൽ നിന്നുള്ള ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള KS അനുരാഗാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തല സ്വദേശിയായിട്ടുള്ള KS അനുരാഗിനെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. ഇനി നിയമന ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അദ്ദേഹം ജോലിയിൽ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരി 24-നാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ BA ബാലുവിനെ കഴകക്കാരനെ നിയമിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം ഉണ്ടാവുകയും മാർച്ച് 6-ന് BA ബാലുവിനെ താൽക്കാലികമായിട്ട് ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അതിന് പിന്നാലെ BA ബാലു ഇത്തരത്തിൽ ഒരു ലീവിൽ പ്രവേശിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു തനിക്ക് ഓഫീസ് ജോലിയിൽ തന്നെ തുടരാനാണ് താല്പര്യം, ആ ജോലിയിലേക്ക് നിയമനം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്, കൂടൽമാണിക്യം ദേവസ്വത്തിന് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ നിയമനം ലഭിച്ച അതേ ചുമതലയിൽ തന്നെ തുടരണമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് ലീവ് അവസാനിക്കുന്ന ഏപ്രിൽ 1-ന് BA ബാലു ഇത്തരത്തിൽ രാജിവെച്ചത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാര്യർ സമാജത്തിൽപ്പെട്ടവരാണ് കഴകക്കാരായ ചുമതല ഏറ്റിരുന്നത്. എന്നാൽ വാര്യർ സമുദായത്തിന് പുറത്തു നിന്നുള്ള ഒരാളെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട്, അതിനെ തുടർന്നൊരു പ്രതിഷേധം തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഇത്തരത്തിൽ BA ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത്. അതിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ തുടർച്ചയെന്നോണമാണ് അദ്ദേഹം രാജിവെച്ചത്. അതേ ഒഴിവിലേക്കാണ് ഇപ്പോൾ KS അനുരാഗിന്, ചേർത്തല സ്വദേശിയായിട്ടുള്ള KS അനുരാഗിന് ഇത്തരത്തിൽ അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. BA ബാലു എന്ന് പറയുന്നത് കഴകം പരീക്ഷയിൽ 1-ാം റാങ്കുകാരനായി ഓപ്പൺ കാറ്റഗറിയിൽ നിയമനം ലഭിച്ച വ്യക്തിയാണ്. അടുത്ത വ്യക്തി എന്ന് പറയുന്നത് രാജ്യത്തെ സംവരണ ചട്ടങ്ങൾ പ്രകാരം അടുത്തത് സംവരണ വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള തസ്തികയാണ്. അതിനകത്ത് അടുത്ത ടേൺ എന്ന് പറയുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിയമിക്കേണ്ടത്. ഇതിനകത്ത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള 1-ാം റാങ്കുകാരനായിട്ടുള്ള KS അനുരാഗിനാണ് ഇത്തരത്തിൽ നിയമന ഉത്തരവ് അഥവാ അഡ്വൈസ് മെമ്മോ അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർന്ന് എന്താണ് ഇതിനകത്ത് തന്ത്രിമാരും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മറ്റുള്ളവരും സ്വീകരിക്കുക നിലപാട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ക്ഷമി, കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുതിയ കഴകക്കാരനെ നിയമിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.